എവിടേക്ക് കളിക്കാനാ? വൈകിയപ്പോ എവിടേക്കാ? ഞാനൊന്ന് നടക്കാറിങ്ങിയതാ. എവിടം വരെ പോകും? ഞാൻ രണ്ടാമത്തെ പാലം വരെ പോകും. ആ പാലം വരെ പോകും. ഞാൻ നടക്കാറിങ്ങിയ നീ വണ്ടിയിൽ കൊണ്ടാക്കുമ്പോ വരുന്നില്ല. എന്തായിടാ നമ്മുടെ വിരുന്ന് പോക്കൊക്കെ എന്തായി? ഓ പറയുന്നുണ്ട് തോന്നുന്നുണ്ടോ. ഞാൻ ആ പരിപാടി നിർത്തി. ഇനി അടുത്തുള്ള വല്ല വീടുകളും പിന്നെ നമ്മുടെ നമ്മുടെ അവിടേക്ക് നീ എന്താ വരുന്നത്? നിങ്ങളുടെ അവിടേക്ക് ആ ഒരു മതിന്റെ അപ്പുറപ്പുറല്ലേ? ആ അതിന് നിങ്ങളുടെ അവിടേക്ക് എപ്പോ വേണമെങ്കിലും വരാലോ. ശരി, അന്ന് നീ ഒരു കാര്യം ചെയ്യ്. ഇന്ന് നീ അവളെയും കൂട്ടി അങ്ങോട്ട് പോയോ? ഇന്നോ? ആ വൈകുന്നേരം പന്തളിയിലല്ലേ രാത്രി. നമുക്ക് ഇന്ന് രണ്ടെണ്ണൊക്കെ വീശിട്ട് അവിടെ കൂടാടാ. ആ ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് വെക്കാം കേട്ടാ. അപ്പൊ ഇന്ന് നമ്മുടെ അവിടെ കൂടാം. ഓക്കെ മറക്കരുതാ. നീ പിന്നെ ഓക്കെ. ഗൾഫിലായിരുന്നില്ലേ, ഇപ്പൊ അവനെന്താ പണി? എന്ത് പറയാൻ എന്റെ അമ്മായിയെ, അവിടെ ചെന്നാലും എവിടെ ചെന്നാലും ഇപ്പൊ മര്യാദക്ക് നിക്കില്ല. ഈ പന്തുകളിയും കൂട്ടുകെട്ടൊന്നും അവിടെ നടക്കില്ലല്ലോ. Villarreal, un excelente partido que compartimos desde ya con Axel Torres y con Óscar García. ¿Qué tal? ¿Cómo estás? നീ ഇപ്പൊ എത്ര പഠിക്കണേ? ഞാൻ ഇപ്പൊ +2. +2 നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? ഫുൾ ടൈം ഈ ടി വി മൊബൈൽ മാത്രമോ? ഷീലേ അവര് വന്നൂട്ടാ. വന്നോ? നിങ്ങൾ ഒന്ന് ഇരിക്കട്ടെ, എനിക്ക് ഇത്തിരി പണിയുണ്ട്. ഞാൻ കൂടെ പറയാൻ ചേച്ചി സഹായിക്കാൻ. എന്നാ പോലെ നീ ഒന്ന് ഇരിക്കട്ടാ. ഞാൻ അല്ല നിങ്ങളോട് സെറ്റാക്കി വരാനുള്ളത്. എന്നിട്ടത് വെളുത്തുള്ളിയാ ഇന്നങ്ങനെ തീരും. ഇത് നമ്മുടെ റോസിയമ്മായി, നമ്മുടെ ഷീലേച്ചിയുടെ അമ്മായിയാണ്. ഇവിടെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും റോസേജ് ഇല്ലാണ്ടില്ല കേട്ടാ. റോസേജ് ഭക്ഷണം നീ കഴിച്ചില്ലല്ലോ. നമ്മുടെ കല്യാണത്തിന് വന്നിട്ടുണ്ടായിരുന്നു, നീ കണ്ടില്ല? അല്ല മോളെ, നിനക്ക് പന്തുകളിയൊക്കെ അറിയോ? കുറച്ചൊക്കെ അറിയാൻ ചേച്ചി. എനിക്ക് ഇവിടെ വരുമ്പോ ഒന്നും അറിയില്ലായിരുന്നു. അതിനിപ്പോ നിനക്ക് പന്തുകളിയൊക്കെ അറിയോ? പിന്നെ എന്താ അമ്മായി പറയണത്? ആ പാലയുടെ ഉള്ളില് ഗോള വീണ പിന്നെ ഗോളയില്ലേ, പിന്നെ അവരെ കളിയും ചിരിയും അട്ടഹാസവും. ഓ, കാണണ്ട കളിച്ച തന്നെയാ. അല്ല, അമ്മായിക്ക് പന്തുകളി അറിയോ? എനിക്ക് കളിയൊന്നും അറിയില്ല, ഞാനിട്ട് കാണാറോ ഇല്ല. അല്ല, മോനെ കാണാറുണ്ടോ? വല്ലപ്പോഴൊക്കെ കാണാറുണ്ടോ അമ്മച്ചി? എന്തിനാ അധികം പറയണേ? ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഇങ്ങനെ തന്നെയാ. ഇവിടെ ഉണ്ടല്ലോ ഒരുത്തി പന്ത് കളി തുടങ്ങി കഴിഞ്ഞ പിന്നെ ഒന്നും പറയണ്ട, ആകെ പ്രാന്ത. എന്താ പറയാ ചെയ്യാന്നൊന്നും അറിയില്ല. ചവർക്കല്ലേ അച്ചാറിന്റെടാ. കളി എന്തായി? എടാ വായോട് പാടാ. എന്താണത് കൊടുത്തു നിങ്ങളാ? ചിപ്സ് കഴിച്ചോ? അയ്യോ ഇല്ല, മോള് കഴിച്ചാ?
Se realizó ya el sorteo de campos bajo la tutela del colegiado Munuera Montero en el bar, en la sala del bar, auxiliando al colegiado principal está el canario Hernández. Con el empeine frontal, recuperó Coentrao. തോമസേട്ടോ ലേസ് തരാത്തോണ്ട് എനിക്ക് തോന്നിയതാ. അടങ്ങിയിരിക്കടാ, കളി ജയിച്ചിട്ടൊന്നുമില്ലല്ലോ മോനെ. കാൽപന്ത് കളിയാ, നമ്മളിത് എത്ര കണ്ടതാ അല്ലേ? ഇത് ഇന്നലെ പൊട്ടിമോശ ടീമൊന്നല്ല, ഞങ്ങള് 3-1 ജയിച്ചിരുന്നു. ഞങ്ങളുടെ കളി എങ്ങനെയാ തോന്നട്ടാ? കഴിഞ്ഞ വേഷത്തിൽ ഈ സാധനം തൊട്ടില്ലല്ലായിരുന്നു. ഇതാണ് മക്കളെ കാൽപന്ത് കളി എന്ന് പറയുന്നത്, മനസ്സിലായ? ഇത് പന്ത് ഉരുളുന്ന പോലെ ഈ സ്കോർ ബോർഡ് ഇങ്ങനെ ഉരുണ്ട് നിൽക്കും. നിങ്ങൾ ഈ കപ്പ്, ചെങ്കോല്, കിരീടം എന്നൊക്കെ പറഞ്ഞേ ഞങ്ങൾ ഈ രാജാക്കന്മാർക്ക് പറഞ്ഞിട്ടുള്ള പരിപാടിയാ. തോമസേട്ടാ പിള്ളേര് കൊള്ളാട്ടാ. ഹാഫ് ടൈം ആയി. നിങ്ങളുടെ ഇരുന്നോ, കണ്ണു പിടിച്ചിരുന്നോ? അപ്പൊ പിന്നെ ഞങ്ങളൊന്ന് ചെറിയ ഡിസ്കഷൻ തന്നെ ഈ കളി ഒന്ന് വിശകലനം ചെയ്യണം. പിന്നെ പൊസിഷനുകളെ കുറിച്ചിട്ട് ഈ ശൈലി എങ്ങനെ മാറണം എന്നൊക്കെ ഞങ്ങളൊന്ന് ഗഹനമായി ഡിസ്കസ് ചെയ്തു. നീ വരണ്ടാ? ഡാൻസ് കളിക്കില്ലേ നീ? നിങ്ങൾ ഇരിക്കണമെന്നില്ല, പോയി കിടന്നോ. ക്രിസ്റ്റോ എങ്ങടാ പോണേ? Otra vez Víctor Ruiz. Ante la presión intensa ahora de Arturo Vidal. എന്താ ചേച്ചിയോട് നിങ്ങൾ ഇതുവരെ പോയില്ലേ? സ്വന്തം ടീം തോൽക്കാണ് അത്രയ്ക്ക് ഇഷ്ടം. മതിട്ടാ. que hace tiempo que no ejercen en el fútbol español. Está pues Gregorio Manzano, Lorenzo Serra Ferrer, Rogotina. Samu pisa área, sigue Samu, la pone Samu, atrapa, marca André Ter Stegen. La primera aparición de Samu Chukwueze. Semedo, Piqué, Lenglet y Jordi. Tiene pocas opciones titulares. മിനിറ്റ് ഒക്കെ അറിയാലോ. പെനാൽറ്റി ആവോ? പെനാൽറ്റി അറിയാലോ. അവിടെ കൂടിയല്ല.
കണ്ടുപിടിക്കുന്നവരെ ഞാൻ പിടിക്കുക. Chumi con ficha del filial. Y este es el 11 de Javi Cañeca del Villarreal. Asenjo bajo palos, Mario Gaspar, Álvaro. എന്തുട്ടാണോ മധുരി പറഞ്ഞത്? ഞങ്ങള് പിള്ളേരാണോ? തൊട്ടില് കെടുക്കണ പിള്ളേരല്ലേ? ആടാ, ഞങ്ങൾ തൊട്ടില് കെടുക്കണ പിള്ളേര് തന്നെയാ. തനിക്ക് കൊട്ടക്കണക്കിന് പ്രായം ഉണ്ടല്ലോ. തനിക്ക് ചേച്ചിന്റെ പ്രായം കുറച്ച് പറഞ്ഞിട്ടല്ലോ കല്യാണം കഴിച്ചത്. തനിക്ക് എന്താണോ? തനിക്കിപ്പോ ഫിലോസഫി ഒന്നും പറയാനല്ലേ? താൻ എന്തുട്ടൊക്കെ പറഞ്ഞത്? പന്തുകളുമ്പോ അങ്ങോട്ട് പോണം ഇങ്ങോട്ട് പോണം. ഇപ്പൊ ഒന്നും പറയാനല്ല അല്ലേ? തന്നെ നാവ് ഇറങ്ങിപ്പോയില്ലേ? പെട്ടെന്നറിയാം. അപ്പച്ചാ ക്രിസ്റ്റു ചേട്ടാ, സോറി. ചേച്ചി വേൾഡ് കപ്പൊക്കെ എങ്ങനെ ഉണ്ടാവുമല്ലോ? വേൾഡ് കപ്പ് ആശംസകൾ.